പോലീസുകാർക്ക് രാത്രിയിൽ ഡ്യൂട്ടി ചെയ്യാൻ പേടിയെന്ന് പോലീസുകാരൻ്റെ വെളിപ്പെടുത്തൽ. ലഹരിക്കെതിരെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തോട്ടുമുക്കം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിൽ ക്ലാസ് എടുത്ത പോലീസ് ഉദ്യോഗസ്ഥനും പ്രമുഖ മോട്ടിവേറ്ററുമായ രംഗീഷ് കടവത്താണ് ഇക്കാര്യം പറഞ്ഞത്. പുതിയ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നവർ ഏത് രീതിയിൽ പെരുമാറുമെന്ന് മനസ്സിലാക്കാനാകില്ലെന്നും പോലീസുകാർക്ക് വരെ വെട്ടുകിട്ടുന്ന ഈ കാലത്ത് സാധാരണക്കാരൻ്റെ അവസ്ഥ ഏറെ ഭീതിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസുകാർക്ക് രാത്രി പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടി ചെയ്യാൻ പേടിയാണ്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലാണ് നമ്മുടെ നാട്ടിലെ ലഹരിയുടെ പോക്ക്. ഒരു മനുഷ്യനെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ മണക്കും, കഞ്ചാവ് വലിച്ചാലും മണക്കും, ബബിൾഗം തിന്നാലും മണക്കും. പക്ഷെ പുതിയ ലഹരി മണക്കില്ല. ഒരു സ്വഭാവത്തിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഇന്ന് ഞാൻ വരുമ്പോ കേട്ട വാർത്ത, വയനാട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഈ ലഹരിക്കടിമപ്പെട്ട ഒരു പ്രതിയുടെ വെട്ടേറ്റ് കൈ മുറിഞ്ഞു തൂങ്ങിയതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പോലീസുകാർക്ക് ഈ നാട്ടിൽ ഒരു നിയമം നടപ്പിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ, നടക്കാൻ കഴിയുന്നില്ല എങ്കിൽ, വെട്ടേൽക്കുന്നവനാണ് എങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ സ്ഥിതി ഇനി അങ്ങോട്ട് വഷളായിരിക്കുമെന്നുള്ളത് ഒരു തർക്കം. അപ്പൊ ലഹരിക്കെതിരെ പോരാട്ടം നടത്തേണ്ടത് എങ്ങനെയാണെന്ന് അറിയുന്നത്? ജീവിച്ച് കാണിച്ചുകൊണ്ടാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്തേണ്ടത്. സ്നേഹിച്ച് കീഴ്പ്പെടുത്താൻ കഴിയുന്ന മനസ്സുണ്ടാവണം, നല്ല കുടുംബ ബന്ധം ഉണ്ടാവണം,